ഇതുപോലെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റിയതിലുള്ള ഭാഗ്യത്തിനെ അതിൽ നിന്ന് നന്ദി പറയട്ടെ. എപ്പോഴും ആലോചിക്കരുത്, ഒരു ടൈം മെഷീൻ കിട്ടിയില്ലെങ്കിൽ I would have gone back in time. The only time I would have liked to go back is 4 years. സംസാരിക്കുമ്പോൾ ഒരുപാട് ready and come on now. So we immediately set out to come and join this meeting. ഞങ്ങളെല്ലാം ജോയിൻ ചെയ്യുന്നത് ഒരു ആ ഏജ് critical time in the life of everyone for developing the person. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാതിരുന്നവർക്കും ഇനി ഈ ഡയമെൻഷനിൽ വേറെ ഡയമെൻഷനിൽ നിന്നും ഈ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും ഞാൻ പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് താങ്ക്സ് പറയുന്നു. The only thing I need to tell you is that thank you for everything you have done. You touched our future. Thank you. ബഹുമാനപ്പെട്ട സീനിയർ അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടും കൂപ്പിയ കരങ്ങളോടുമാണ്. നിറഞ്ഞ കണ്ണുകളുടെ കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. ആദ്യം ഡോക്ടർ പ്രകാശ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എൻ്റെ സഹധർമ്മിയായിരുന്ന ഡോക്ടർ MP കുമാരസുഷമ മരിച്ചിട്ട് 14 വർഷം തികയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. സാധാരണയായി സ്നേഹനിധിയായ ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ ഭാര്യ മരിച്ചു പോകാനുള്ളതാണ്. അങ്ങനെ ഒരു തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഓർക്കുന്നതും കരയുന്നതും ആ ദീപ്തമായ സ്മരണകൾ മുമ്പിലാണ്. പിന്നെ കൂപ്പുകളോട് വയ്ക്കാൻ കാരണം എൻ്റെ ഭാര്യയില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ച അവരുടെ ബാച്ച്മേറ്റ്സ്, പിന്നീട് ബഹുഭൂരിപക്ഷ ആൾക്കാരും പ്രൊഫഷണലായിട്ട് ഞാൻ സമ്മതിക്കുന്ന ആൾക്കാരാണ്. പലരും യൂണിവേഴ്സിറ്റിയിലും ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അവർ വളരെ ഉചിതമായിട്ട് അവരുടെ ഗുരുക്കന്മാരെ ആദരിക്കാനുള്ള 50 വർഷം പിന്നിട്ട അവരുടെ പ്രൊഫഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള അധ്യാപകരെ ആദരിക്കാൻ വേണ്ടിയുള്ള ഈ ഗുരുവന്ദനം നടത്തിയത് കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കൂപ്പുകയോട് തൊഴിലാണ്. സാധാരണയായിട്ട് എല്ലാ ബാച്ചുകളെ കുറിച്ചും പറയാറുള്ളത് ആ ബാച്ചിലുള്ള എല്ലാവരും പ്രഗത്ഭരാണെന്ന്. ഞാൻ ഉള്ളു തുറന്ന് പറയുകയാണ്, എനിക്കറിയാവുന്ന ഈ ബാച്ചിലുള്ള ആൾക്കാർ എല്ലാവരും പ്രഗത്ഭരാണ്. അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആൾക്കാരുടെ പേര് പറഞ്ഞാൽ അപൂർണമാകും. മാത്രമല്ല, വിട്ടുപോയ ആൾക്കാരെ സംബന്ധിച്ചോളം ഞാനൊരു ശത്രുവായി പോകും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും അതേപോലെ തന്നെ ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ ക്ലാസ്മേറ്റ്സിനുള്ള അവസരമാണ്. ക്ലാസ്മേറ്റ്സ് അധ്യാപകർക്ക് പിന്നെ അവസരം കൊടുക്കുന്നതാണ്. ക്ലാസ്മേറ്റ്സിലുള്ളവർക്ക് ആർക്കും സംസാരിക്കുന്നവർക്ക്. വളരെയധികം ബഹുമാനപ്പെട്ട അധ്യാപകരെ, സഹപാഠികളെ, സീനിയേഴ്സ്, സുഹൃത്തുക്കളെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരു 3-4 കാര്യങ്ങൾ പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഈ ഞങ്ങൾ 50 വർഷം മുമ്പാണ്, നേരത്തെ പറഞ്ഞു, 50 വർഷം മുമ്പാണ് വെള്ളായണിയിൽ കാലുകുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് P ബാലകൃഷ്ണൻ സാറിൻ്റെ ആയിരുന്നു. സാറ് പറഞ്ഞു വെള്ളായണി എൻജോയ്സ് എ കോസ്റ്റൽ ക്ലൈമറ്റ്. അപ്പം വളരെയധികം സന്തോഷമായി. അപ്പം സാറ് കാഷ്വലായിട്ട് പറഞ്ഞാണ് വെള്ളായണി എൻജോയ്സ് എ കോസ്റ്റൽ ക്ലൈമറ്റ്. അപ്പം അന്ന് തന്നെ അപ്പോഴും തന്നെ വളരെയധികം സന്തോഷം തോന്നി വെള്ളായണിയിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിക്കറ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളായണിയിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് പാൻസോ അല്ലെങ്കിൽ കൊണ്ട് വരുന്ന അത്, കാരണം അത്രയും ഇമ്മെച്യൂരിറ്റിയാണ് അന്ന്, മെച്യൂറായിട്ടില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഒരു ജൂനിയർ കോളേജാണ്. അപ്പം പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ അവിടെ ബാച്ച്. അപ്പോൾ അന്ന് അവർക്ക് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ
സാർമാർക്കൊക്കെ വലിയ ഗമ്യമാണ്. നമ്മളൊന്നും ഒരു പിള്ളേരെയൊന്നും വളരെ വരട്ടി, പ്രത്യേകിച്ചും പ്രൈവറ്റ് കോളേജുകൾ വരട്ടി നിർത്തിയിരുന്നൊരവസരമാണ്. അവിടുന്നാണ് വെള്ളായണി കാർഷിക കോളേജിൽ വരുന്നത്. അപ്പം ഈ വളരെയധികം ചേഞ്ച് തോന്നി, വളരെയധികം വ്യത്യാസം തോന്നി. പ്രത്യേകിച്ചും ചില അധ്യാപകരെ പറ്റി ഓർക്കാനാണെങ്കിൽ ആദ്യത്തെ വർഷം ഞങ്ങൾ റാഗിങ് അനുഭവിച്ചു. രണ്ടാമത്തെ വർഷം ഞങ്ങൾ റാഗ് ചെയ്തു. എല്ലാവരും ഒന്നും റാഗ് ചെയ്തില്ല, കുറച്ച് ആൾക്കാർ. അത് റാഗൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അന്നൊരു വളരെയധികം സംഘർഷമുണ്ടായി. ലോക്കൽസും അവിടുത്തെ സ്റ്റുഡൻസ് തമ്മിലൊരു സംഘർഷമുണ്ടായി. ഞങ്ങൾ ടെറസിൽ കയറി, ഞങ്ങൾ മീൻസ് കുറച്ച് ആൾക്കാർ ടെറസിൽ കയറി മെറ്റൽ വർക്ക് താഴോട്ട് എറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത് ഒന്ന് GT നായർ സാറ് മരിച്ചു പോയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. GT നായർ സാറും സദാനന്ദൻ സാർ സാമ്രാജ് സാറും നമ്മുടെ എബ്രാൻ സാറും, ഈ 3 പേര് വന്ന് എബ്രാൻ സാറ് ടെറസിൽ വന്നിട്ട് ക്രിക്കറ്റിൻ്റെ ഇതുകൊണ്ട് വന്നിട്ട് ഐ വിൽ ബ്രേക്ക് യുവർ ബാക്ക് ബോൺ എന്നൊക്കെ പറഞ്ഞ് വലിയ വെള്ളം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും താഴെ ഇറക്കി. ഈ സംഭവങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഞാനൊക്കെ ആണെങ്കിൽ 78 തൊട്ട് 2015 വരെ കരമന മുതൽ പടന്നക്കാട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിക്കാനാണെങ്കിലും വെള്ളായണി മുതൽ കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ട്. അപ്പം പലധികം ആൾക്കാരെയും കണ്ടു, പല ക്യാമ്പസുകളിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചു. പക്ഷേ ഈ വെള്ളായണി പോലെയുള്ളൊരു ആത്മബന്ധം വേറെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് 2-3 കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതായത് വെള്ളായണിയിലെ അധ്യാപകർക്ക് കിട്ടുന്ന ഒരു ബഹുമാനം മറ്റ് ക്യാമ്പസുകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ചും ജനറേഷൻ മാറി, കാലം മാറി, അതുകൊണ്ടൊക്കെ ആയിരിക്കും. 2-3 കാരണങ്ങൾ എനിക്ക് തോന്നുന്നത്. ഒന്ന്, അന്ന് ടൈം സിസ്റ്റമാണ്. അപ്പം ഓരോ അധ്യാപകരും വന്ന് 1-2 അധ്യാപകർ പ്രത്യേകം പറയുമായിരുന്നു, ghost teacher is the supreme authority. That means ghost teacher can do anything on the students. അപ്പം അങ്ങനെ ഈ ഒരു ചെറിയ വരട്ടൊക്കെ വരട്ടി, പിന്നെ ഈ സ്റ്റുഡൻസ് ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പീരീഡ് വരുമ്പോൾ അൺഅനൗൺസ്ഡ് ക്വിസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ചില നിയന്ത്രണങ്ങൾ കാരണം. പിന്നെ ഏറ്റവും പ്രധാനം, അന്ന് രാഷ്ട്രീയമില്ലായിരുന്നു. രാഷ്ട്രീയം നല്ലതോ ചീത്തയോ എന്നുള്ളതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അന്ന് രാഷ്ട്രീയമില്ലാത്ത കാരണം നമുക്കെല്ലാം അധ്യാപകരോടുള്ള ഒരു ബഹുമാനവും, കാരണം അധ്യാപകർക്കും രാഷ്ട്രീയമില്ലായിരുന്നു, വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബഹുമാനം എന്നും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പിന്നെ അതുപോലെ ഈ അഗ്രോണമിയിലൊക്കെ മറക്കാൻ പറ്റാത്ത ചില അധ്യാപകരുണ്ട് നമുക്ക്. ഒന്ന് മാധവൻ നായർ സാറ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല, എപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകർ എല്ലാവരും വളരെയധികം വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. KP മാധവൻ നായർ സാറ്, അതുപോലെ തന്നെ വേണുഗോപാൽ സാറ് എക്കണോമിക്സിൽ. ഞങ്ങൾ ഇന്നലെ ഞാനും ബാലേന്ദ്രനും ജോസ് മാത്യുവും കൂടെ പഴയ അധ്യാപകരെ കാണാൻ പോയി. ഒന്ന് നമ്മുടെ മോഹൻദാസ് സാറിനെയൊക്കെ ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം മോഹൻദാസ് സാർ എൻറ്റമോളജിയാണ്, പക്ഷെ അദ്ദേഹം നല്ലൊരു എൻജിനീയർ പണിയാണ് അവിടെ ചെയ്തത്. കാരണം ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മിക്കവാറും ആ ബസ്സിൻ്റെ അടിയിൽ സാറുണ്ടാവും. ബസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ന് വെഹിക്കിൾ ഇൻചാർജ് ആയിരുന്നു. അപ്പം എല്ലാ ടെക്നിക്കൽ പ്രോബ്ലംസും സാറിനറിയാം. ആ സാറ് ബസ്സിൻ്റെ കീഴിൽ കയറുന്നതിനോ അല്ലെങ്കിൽ ടയർ ഉരുട്ടി നോക്കുന്നതിനോ ഒന്നും യാതൊരു മടിയില്ലാത്ത സാറിനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ രാജാറാം സാറ് ഞങ്ങളുടെ അസിസ്റ്റന്റ്. പിന്നെ ആലീസ് ടീച്ചർ, RS അയ്യർ, ഇവരെയൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിയിലെ തോമസ് സാറ്, ഇവരെയൊക്കെ മിക്കവാറും ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ NS മണി സാറും അതുപോലെ തന്നെ കോച്ച് സാറ്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം പറയുന്നു. ഇവിടെ വന്നിട്ടുള്ള അധ്യാപകർക്കും കൂട്ടുകാർക്കും തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സഹപാഠികൾക്കും നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
വിഴിഞ്ഞത്ത് പുതിയ ഹാർബർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഷിപ്പുണ്ടായി, നവർ ഷിപ്പ്. ഇന്നിവിടെ അതിലും വലിയ പ്രധാനമായിട്ടൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സംഗമം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമം ഉണ്ടാകാറുണ്ട്, അധ്യാപകർ തമ്മിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇങ്ങനൊരു സംഗമം നമ്മുടെ ബാച്ചിൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അല്ലാത്തത് കൊണ്ട് പല അധ്യാപകരും മറന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്ന കുറെ അധ്യാപകരുണ്ടായിരുന്നു. ഇയാൾ ബാങ്കിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് നമ്മളെ അറിയാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വേറെ കോഴ്സ് അവർ അറിയുന്നുണ്ട്. ഞാൻ റിട്ടയറായിട്ട് 8-9 കൊല്ലമായി. പലപ്പോഴും കേരളത്തിൽ നിന്ന് പുറത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബെയിലും ഡൽഹിയിലും ചണ്ഡീഗഡിലും ഒക്കെ ആയിട്ട്. റിട്ടയറായി 9 വർഷമായി. ഒരു 6 മാസം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത്, പ്രീഡിഗ്രി ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, അവിടുത്തെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ രാജഗോപാൽ സാർ അവിടെ ഗ്രാമത്തിരിപ്പുണ്ട്, ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ചെന്ന് കാണുമെന്ന് പറഞ്ഞു. എനിക്ക് ലാംഗ്വേജ് പഠിപ്പിച്ച സാറാണ് രാജഗോപാൽ സാർ, ഒരു ബ്രാഹ്മൺ. അപ്പോൾ ഒരു ദിവസം അവിടെ വീട് അന്വേഷിച്ച് അവിടെ ചെന്ന്, അവിടെ എല്ലാം ലൈൻ വീടുകളാണ്, ആരോടെങ്കിലും ചോദിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചെന്ന് അന്വേഷിച്ചു. ചെന്നപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് ചെന്നത്. സാറ് പുറത്ത് വന്ന് നോക്കി, അത് തെറ്റിയപ്പോൾ നോക്കിയിട്ട് അകത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് സാർ. രാമേന്ദ്രൻ അല്ലേ എന്ന് പറഞ്ഞു. 50 വർഷം കഴിഞ്ഞു, 73 ബാച്ചാണ്, 73. ഈവൻ ഒരു പ്രൊഫഷണൽ കോളേജ് പോലും അല്ല, ഒരു ആർട്സ് കോളേജ്. അവിടെയാണെങ്കിൽ പകുതി ദിവസവും സമരമാണ്. ക്ലാസ്സുകൾ തന്നെ വളരെ ചുരുക്കം ദിവസങ്ങളെ ക്ലാസ് നടന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. അപ്പോൾ ഞാനതിനെ കാണാതിരുന്നെങ്കിലോ, ആ സാറിനെ ചെന്ന് കാണാതിരുന്നെങ്കിലോ എന്തൊരു നഷ്ടമായിപ്പോയേനെ. അപ്പോൾ അതാണ് അധ്യാപകരുടെ മനസ്സിൽ. വിദ്യാർത്ഥികൾ എപ്പോഴും വിദ്യാർത്ഥികളാണ്. ഒരു പ്രൊഫസറായാലും ഡീനായാലും മറ്റ് എന്ത് പോസ്റ്റായാലും അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിനെ ഒരു സ്ഥാപിക്കാനുള്ള ഒരു യോഗമാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ സഹപാഠികൾ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ യു നോ ദ ഇമ്പോർട്ടൻസ് ഹൗ ദേ ഹാവ് ഗിവൺ ടു ദസ്. താങ്ക് യു വെരി മച്ച്. അഗ്രോണമിയിലെ മാധവൻ സാറ് മരിച്ചുപോയി. അപ്പോൾ സാറ് ഞങ്ങൾക്ക് വീറ്റ് കൺട്രോൾ പഠിപ്പിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു ഐറ്റം കാണും, ഒരു കൺവേർഷൻ ഫാക്ടർ കാണും. ഇപ്പോൾ 1 സെൻറ്റിൽ വീറ്റ് സൈഡ് ഇത്രയാണെങ്കിൽ അതിന് എത്ര വെള്ളം, അല്ലെങ്കിൽ 1 ഏക്കറിലേക്ക് ഇങ്ങനെ ഒരു കൺവേർഷൻ ഫാക്ടർ എപ്പോഴും കാണുമായിരുന്നു സാറിന്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളൊക്കെ തിരിച്ചൊക്കെ ആൻസർ എഴുതിയിരിക്കും. അങ്ങനെ ഇരുന്ന് ഈ സാറിൻ്റെ ഈ കൺവേർഷൻ ഫാക്ടർ പഠിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ജൂനിയറായിട്ടൊരു ഹരികുമാർ ഉണ്ടായിരുന്നു. സാർമാർക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, വലിയ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരിക്കൽ നമ്മുടെ അന്തരിച്ച VC കളീശ്വര സാറിന് ഈ ഹരികുമാറിൻ്റെ മിമിക്രിയൊക്കെ വെച്ച് അവൻ യൂണിവേഴ്സിറ്റിയുടെ കലാതിലൊക്കെ ആയി വന്നേ കണ്ടപ്പം ഒരു വേദിയിൽ ഞങ്ങളുടെ ഏതോ ഫംഗ്ഷൻ വന്നപ്പോൾ സാർ തന്നെ പറഞ്ഞു, I now request Mr. Harikumar to imitate me and Mr. Madhavan sir. സാറിൻ്റെ വേദിയിലോട്ട് ക്ഷണിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് വന്ന് സ്റ്റേജ് ചെയ്ത സാറിനെ അനുകരിച്ച് ചെയ്തത് ഈ കൺവേർഷൻ ഫാക്ടർ. അപ്പോൾ സാറിൻ്റെ വൈവയ്ക്ക് വീറ്റ് കൺട്രോൾ വൈവയ്ക്ക് ഇരിക്കുമ്പോൾ സാർ ഒരു വീട്, വാട്ട് ഈസ് ദിസ് വീഡ്? അപ്പോൾ സ്റ്റുഡൻറ്റ് സാർ, ദിസ് ഈസ് മൈമോസ പൂഡിക്ക. ഓ, in which crop it attacks? So what's the next measure? How to control it? And all that. That answer. ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സാറിൻ്റെ ഈ മെത്തഡോളജി അന്ന് റാഗിങ് ഒക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ റാഗിങ്ങിന് എൻക്വയറി കമ്മീഷൻ ബോയ്സ് ഹോസ്റ്റലിൽ ചെല്ലും. അവിടെ നിന്നപ്പോൾ ആ റാഗിങ്ങിൻ്റെ എൻക്വയറി ഇതേമാതിരി അനുകരിക്കാനായിട്ടാണ് ഹരികുമാർ കയറുന്നത്. ഇപ്പോൾ ഹരികുമാർ കമ്മീഷന് മുമ്പിൽ സ്റ്റുഡൻ്റ് ഇരിക്കുന്നതോട് ചോദിക്കും, when the ragging was going on, where were you? Sir, I was in my room, sir. No, sir. No, sir. I was in my
I was in bathroom, sir. So, how many meters is the distance from your room to bathroom? No, you are worried. Half kilometer, no. Convert it into meters. അങ്ങനെ സാറിൻ്റെ കൺവേർഷൻ ഫാക്ടർ എൻക്വയറി കമ്മീഷനിലും വരെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സാറിന് വളരെ മസ്റ്റാണ് നമ്മൾ വൈവയ്ക്ക് പോകുമ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. അപ്പം ഞങ്ങൾക്കൊക്കെ അന്ന് കാക്കി ഡ്രസ്സൊക്കെയാണ് അഗ്രോണമി ഞങ്ങളുടെ യൂണിഫോം. അപ്പം ഞങ്ങൾ ജൂനിയർ ബാച്ചിലെ കുറേ പിള്ളേരുണ്ടായിരുന്നു, കുറേ തലതെറിച്ച പിള്ളേരാണ്. അതുങ്ങളെല്ലാം കൂടി അവർക്ക് യൂണിഫോം ഇടുന്നു ഭയങ്കര കാക്കി നിക്കറും ഇത് വേണമെന്നില്ല, ഷർട്ട് വേണമെന്നില്ല. അപ്പോൾ അവർക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പെമ്പിള്ളേരെ മുമ്പിൽ കൂടെ ഈ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് പോകുക അന്നത്തെ കാലത്ത്. ഇന്ന് ഇത് ഇറ്റ്സ് എ ഫാഷനാണ്. അതുകൊണ്ട് ഈ ചെറുക്കന്മാരെല്ലാം വന്നു എന്നിട്ട് സാറ് യൂണിഫോം ഇടാതെ അവർ ബാച്ചിനെ വിളിച്ചു. നമുക്ക് ഒന്ന് യൂണിഫോം എല്ലാവരും മുണ്ടും പാൻറ്റിലും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സാറ് ഉടനെ കേട്ടോട്ട് എടുത്തു, യൂണിഫോം ഇല്ലാതെ നിങ്ങളോട് വൈകിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ലാ കിടക്കുന്ന സാറിൻ്റെ യൂണിഫോം മുണ്ട് പോയി സാറിൻ്റെ സ്ക്രീനിൽ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ ചാത്തിട്ട് പറഞ്ഞു. സാറിൻ്റെ സ്ക്രീനിൽ ഇട്ടിട്ട് എല്ലാം ഇറങ്ങി പോയി. അങ്ങനെ സാറിനെ വരട്ട് സാറിനെല്ലാം സസ്പെൻഷൻ എടുക്കും കൊടുത്തെല്ലാവർക്കും. അങ്ങനെ മാധവൻ നായർ സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ രസകരമായിരുന്നു എന്ന് പറയായിരുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെ ഇന്ന് എത്രയും ഈ 65-70 വയസ്സിലൊക്കെ ഓർക്കുമ്പോൾ എന്തോ പഴയ ഓർമ്മകളൊക്കെ വരുന്നത് പോലെയുള്ള ഒരു ഇതാണ്. ഇപ്പം അഗ്രോണമി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മാറി, പഴയതുപോലെയൊന്നും അല്ല. അപ്പം എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും ഈശ്വര അനുഗ്രഹിച്ച് തട്ടെ. എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ ഗുരുക്കന്മാരുടെ ഊഴമാണ്. സീനിയർ സാറ് പണ്ഡിറ്റ് സാറിൽ നിന്നും മിക്കവാറും എല്ലാവരും വയസ്സന്മാരും പറയില്ല, ചെറുപ്പക്കാരെന്ന് ഞാൻ പറയും. പറയാൻ കാരണം നമ്മുടെ ABC ആണ്. ABC എന്ന് പറഞ്ഞാൽ ഏജിങ് ബിഹേവിയർ കോൺസെപ്റ്റ്. അതിൽ ഏജിങ് ബിഹേവിയർ കോൺസെപ്റ്റിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉപദേശം തരാം. ഞാനിത് ഇത്രയും പ്രായത്തിൽ എഴുതുന്നതുകൊണ്ട് ഞാൻ ഉപദേശം തരാനാണ് ഉദ്ദേശം. അതായത് നമുക്ക് 9 ഡിറ്റർമിനൻസ് ഉണ്ട്. ചെറിയ ടെക്നിക്കിനാണ്. 9 ഡിറ്റർമിനൻസ് ഉണ്ട്. അതിൽ 3 C's. ആദ്യത്തെ 3 C's കോൺഷ്യസ്നെസ്, കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി. കോൺഷ്യസ്നെസ്, കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി. അതിലാദ്യം നമുക്ക് പോകുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് പോകുന്നത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഷ്യസ്നെസ്സിന് മുമ്പേ ഒരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെപ്പോഴും പ്രായമാകും തോറും ഓർമ്മകൾ വരുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു 9 ഡിറ്റർമിനൻസിൻ്റെ ഓർത്തിപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. 3 C's. ഇനി 3 D's ഉണ്ട്. D's എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഡിറ്റർമിനേഷൻസ് ഉണ്ട്. അതാണ് D. ആദ്യത്തെ D ഡിറ്റർമിനേഷൻ. അത് കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ. അത് കഴിഞ്ഞാൽ ഡിസയർ. പിന്നെ ഡിസയർ ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യനും ജീവിതത്തിലുള്ളത്. സകലവർക്കും ഡിസയർ ഉണ്ട്. എൻ്റെ ഡിസയർ ഇപ്പം എന്നെ കിടത്താതെ മുകളിലോട്ട് വിളിക്കണേ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. എൻ്റെ ഡിസയർ ഇപ്പോൾ ആരും ഉപദ്രവിക്കാതെ മക്കളെ കിടത്താതെ നേരത്തെ കുട്ടി എന്നെ വിളിക്കണേ എന്നാണ് എൻ്റെ ഡിസയർ ഇപ്പോൾ. പിന്നെ അടുത്തത് 3 ആറാണ്. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് റിതമിക് എക്സസൈസസ്. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് റിതമിക് എക്സസൈസ്. ഇത് 3ഉം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ റീഡിങ് വഴിയിട്ട് റൈറ്റിംഗ് എഴുതുക, റൈറ്റിംഗ് വേണ്ടി റിതമിക് എക്സസൈസ് എഴുതുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയോ എഴുതിക്കൊണ്ടിരിക്കുകയോ നമ്മൾ റിതമിക്കായിട്ട് നമുക്ക് പാട്ടിനോട് വല്ല ബന്ധമുണ്ടെങ്കിൽ പാട്ടായിട്ട് പാടുക, നടക്കാനാണ് തീർച്ചയായിട്ടും നടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ റിതമിക് എല്ലാവർക്കും കളിയാണ് ഇൻട്രസ്റ്റ്, കളിയാണ്. അപ്പോൾ ഇത് 3ഉം ഏതെങ്കിലും ഒന്ന്
നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ നിലയ്ക്ക് ഇപ്പം ഞാൻ എൻ്റെ ഘോഷിക്കാൻ പറയുന്നതല്ല, എൻ്റെ ഈ ഞാൻ പഠിപ്പിച്ച ആളാവുകൊണ്ട് ഞാനതെല്ലാം പാടിയെല്ലാം ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഈ പ്രായത്തിൽ ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഉദ്ദേശമാണ് ഞാൻ തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഒരു സംഗതി കൂടെ പറഞ്ഞു തരാം. ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റിൽ നമ്മളെപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലായാലും നമ്മൾ വളരെ സൂക്ഷിച്ച കാര്യക്ഷമതയോടുകൂടി പഠിച്ചിരിക്കുന്നതാണ്. ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാവർക്കും ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് എൻ്റെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ്. Good morning, everyone. ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടമുണ്ടായിരുന്നു. അതിൽ ഒന്ന് ഔദ്യോഗിക ജീവിതം വെള്ളായണിയിൽ ആരംഭിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് 1977 ഫെബ്രുവരി 12 ഞാൻ വെള്ളായണിയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഫൈനൽ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പർട്ടിക്കുലർ അധ്യാപന കാലഘട്ടത്തിൽ 37 ബാച്ചുകാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 37 ബാച്ചിൽ 2 ബാച്ചിനോട് എനിക്കൊരു പ്രത്യേക മമതയുണ്ട്. അതിൽ രണ്ടാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ തവനൂര് ബിടെക് ബാച്ച് തുടങ്ങിയാൽ ഫസ്റ്റ് ബാച്ച്, അവരോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് നിങ്ങളോടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ള പ്രോഗ്രസ്സാണ് എനിക്ക് പിന്നീട് കാലഘട്ടത്തിൽ ഉണ്ടായി കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ 37 ബാച്ചിൽ ഞാൻ പറഞ്ഞ പോലെ 2 എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ബാച്ച് തന്നെയാണ്. നിങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചോളം വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വെള്ളായണിയിൽ നടന്നിട്ടുള്ള ഒന്ന് ഔദ്യോഗിക ജീവിതം വെള്ളായണിയിൽ ആരംഭിച്ചു എന്നുള്ളത്, രണ്ടാമത് എൻ്റെ കല്യാണം കഴിഞ്ഞതും കുടുംബജീവിതം ആരംഭിച്ചതും വെള്ളായണിയിൽ തന്നെയാണ്. അത് ഞാൻ താമസിക്കുമ്പോൾ അടുത്ത് മേഴ്സി ടീച്ചറൊക്കെ ഞങ്ങളുടെ ഇപ്പം വൈഫിന് വളരെയധികം സപ്പോർട്ട് ഇത് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ ചന്ദ്രശേഖർ സാറിൻ്റെ വൈഫ്, ഇവരെല്ലാം വൈഫിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനകത്ത്. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് വിത്തിൻ 2 months എന്നെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ലോകത്തിൽ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചിട്ട് 2 മാസം കൊണ്ട് ഒരു സസ്പെൻഷൻ മേടിക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നേരത്തെ അതോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു ട്രാക്ടർ മറിഞ്ഞ കാര്യം. I very much wanted to see Ravindra, unfortunately he is not here now. അന്ന് MS സാറായിരുന്നു തോന്നുന്നു ആ ക്ലാസ് തുടങ്ങിയത്. When I joined, it was transferred to me. അങ്ങനെയാണ് ഞാൻ ഈ ട്രാക്ടർ ഓപ്പറേഷൻസ് അങ്ങനെയുള്ളതിനകത്തോട്ട് വന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി അവിടെ നിർത്തും. അപ്പം രവീന്ദ്രനാഥ് ഓടിക്കുന്നതിന് മുമ്പ് ഓടിച്ച ആൾ ഇത് കൊണ്ടുവന്നു വണ്ടി നിർത്തി. ഇറ്റ് വാസ് ഫേസിംഗ് ദ മെൻസ് ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റലിനെ ഫേസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവിടെ ഒരു വലിയ കട്ടിങ് ആണ്, എംബാങ്ക്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൻ ട്രീയുടെ അവിടെയായിട്ട് വലിയൊരു എംബാങ്ക്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു 10-15 അടി ഇപ്പുറത്താണ് വണ്ടി ആ എംബാങ്ക്മെൻറ്റിനെ ഫേസ് ചെയ്ത് നിൽക്കുക. സിംസണാണ് അന്ന് അതിൻ്റെ ഡ്രൈവറായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ രവീന്ദ്രനാഥ് വളരെ ഹാപ്പി ആയിട്ടൊക്കെ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ബാക്കി കുറേ സ്റ്റുഡൻസും ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ പെട്ടെന്ന് ആക്സിലറേറ്റർ കൊണ്ട് കൊടുത്തു. ഇത് കഴിഞ്ഞ് വണ്ടി നേരെ മുമ്പോട്ട് പോയി. സിംസൺ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിച്ചാൽ വണ്ടി റൈറ്റിലേക്ക് തിരിഞ്ഞ് പൊക്കോളും. സിംസൺ റൈറ്റിലേക്ക് പിടിച്ചു.
അപ്പോൾ രവീന്ദ്രനാഥിന് പേടി റൈറ്റിലേക്ക് പോയാൽ പറ്റുള്ളൂ, പുള്ളി ലെഫ്റ്റിലേക്ക് പിടിച്ചു. വണ്ടി ടൂക്ക് ന്യൂട്രൽ കോഴ്സ്. അപ്പൊ റൈറ്റിലേക്ക് പോകുമായിരുന്നു, ലെഫ്റ്റിലേക്കും പോകുമായിരുന്നു. ഈ രണ്ടുപേരും കൂടെ സ്റ്റിയറിംഗ് കയറി വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് നേരെ പോകാൻ രക്ഷയുള്ളൂ. ആദ്യം ചെന്നിട്ട് എംബാങ്ക്മെന്റിൽ ഒരു ഇടിയങ്ങ് ഇടിച്ചു. ഇടിച്ചിട്ട് അത് പുറകോട്ട് ഇറങ്ങി. അപ്പം ആക്സിലേറ്റർ ചൂടെ സ്പീഡിലങ്ങോട്ട് കൊടുത്ത് നേരെ ഇടിച്ചങ്ങോട്ട് കയറി ഫ്രണ്ട് വീല് മേളിലോട്ട് കയറി ബാക്ക് വീല് ചെന്നിട്ട് അവിടെ ചെന്ന് സ്പിൻ ചെയ്തിട്ട് നേരെ റിയർ ആക്സിൽ പിവറ്റ് ചെയ്തിട്ട് നേരെ പുറകോട്ട് മറിയുക വണ്ടി. എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടാകുന്നത് സിംസൺ മഡ്ഗാർഡിൽ ഇരിക്കുകയാണ് ഈ മേ ത്രോണത്. രവീന്ദ്രനാഥ് സ്റ്റിയറിംഗിൽ സീറ്റിൽ ഇരിക്കുകയാണ്. ദ ടെൻഡൻസി വിൽ ബി ടു ഹോൾഡ് ഓൺ ടു ദ സ്റ്റിയറിംഗ് വീൽ ഫേംലി. അങ്ങനെ വരുമ്പോൾ നേരെ മറിയുന്ന സമയത്ത് യു ബി ക്രഷ്ഡ് അണ്ടർ ദ ട്രാക്ടർ എന്നുള്ളതാണ് ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. അതാണ് ഈ ആളെ പപ്പടമാക്കി ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഓടി അടുത്തോട്ടിയേക്കാണ്. അപ്പോഴത്തേക്കും എല്ലാ സ്റ്റുഡൻസും ഓടി വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഫീബിളായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുക, അയ്യോ അയ്യോ എന്ന്. അപ്പം മനസ്സിലായി തട്ടിപ്പോയിട്ടില്ല എന്ന്. പക്ഷെ ഈ മൈ ബി വെരി ബാഡ്ലി ഇഞ്ചുവേർഡ് ആയിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതിന് ചെല്ലുകയാണ്. ഈ ചെല്ലുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ റിയർ വീല് നമുക്കറിയാമല്ലോ, ട്രാക്ടറിൻ്റെ വലിയ വീലാണ്. ആൻഡ് ട്രാൻസ്മിഷൻ്റെയും കൂടെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ആ ഷാസിയുടെയും വീലിൻ്റെയും കൂടെ ഇടയ്ക്ക് അവിടെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള സമയത്ത് ഒരു ഗർഭപാത്രത്തിനകത്ത് എങ്ങനെ ഒരു ശിശു ഇരിക്കുന്നോ അതേപോലെ ആ സ്പേസിൽ ഈ ഹാസ് ബീൻ അക്കോമഡേറ്റഡ്. ഇറ്റ്സ് എ വണ്ടർ ടു മീ. അതായത് ട്രാക്ടർ നേരെ ഓവർടേൺ ചെയ്തിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയുണ്ട്. And I was very distant at anxious at that and what has happened to you. അപ്പോൾ ഐ എക്സ്പെക്റ്റഡ് ഒന്ന് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ബാഡ് ഫ്രാക്ചേഴ്സ് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരെങ്കിലും അതിൻ്റെ കൂടെ പോയവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, പുള്ളി ഇയറിൻ്റെ കുറച്ച് ചതവും ഇതൊക്കെ മാത്രമേ ഉള്ളൂ, പിന്നെ മറ്റേ സൈലൻസിൽ തട്ടിയിട്ട് കുറച്ച് പൊള്ളലുണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു വളരെ മൈൽഡ് ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ വാസ് ആ ഒരു ഇതിനകത്ത്. അപ്പം ഞാൻ രവീന്ദ്രനാഥിൻ്റെ വൈഫ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുകയായിരുന്നു. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചത് വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ട് ജീവൻ പോകാതെ തിരിച്ചു കിട്ടിയ ആളെ എനിക്ക് ഭർത്താവായി കിട്ടണമെന്നാണോ അവർ പ്രാർത്ഥിച്ചത് എന്നുള്ളത് അത് നടക്കുകയും ചെയ്തു. ആൻഡ് സോ ഐ വെരി മച്ച് വാണ്ടഡ് ടു സീ ഹിം ഇൻ അൺഫോർച്യുനേറ്റ് റീസൺ ഓൺലിയാണ്. അപ്പോൾ അന്ന് ജോലിയിൽ കയറിയിട്ട് 2 മാസത്തെ സസ്പെൻഷൻ മേടിക്കുന്നതാണ് ഞാൻ ആളുകൾ. മറ്റേ സാധാരണ സാർ അങ്ങനെയൊരു സോഫ്റ്റ് ചെയ്തൊരു ഇത് ചെയ്ത് വിട്ടു. സോ അങ്ങനെ എല്ലാവരും ഓർമ്മകളുണ്ട്. ആൻഡ് സത്യം താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, ഇപ്പോ ഒരു പണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളായണി കാർഷിക കോളേജിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കിപ്പോൾ. നിങ്ങൾ ഈ ഗുരുവന്ദനം പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അധ്യക്ഷനാഥ ഞാൻ ശ്രദ്ധിച്ച് വായിച്ചു. ചില വാക്കുകൾ ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട് ആൻഡ് അഫെക്ഷൻ. പിന്നെ വേറൊന്നും, ദിസ് വിൽ ബി എ ചെറിഷ്ഡ് ലാൻഡ്മാർക്ക് ഇൻ ദ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്. ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, വളരെ വ്യത്യസ്തമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് കൊയിലാണ്ടി ഒരു ഗുരുദേവ കോളേജിൽ കുറെ കുട്ടികൾ അധ്യാപകരെ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടു. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ സമാനമായ പല സംഭവങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കാലം. പിന്നെ അന്ന് ആ കോളേജ് 50 വർഷം മുമ്പ് ആ കോളേജിൽ എത്തുന്നു. എത്ര മനോഹരമായിരുന്നു ആ ആംബിയൻസ്, ആ അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോളേജ് ഓഫീസിന്റെ മുൻവശത്ത് റോസ് ഗാർഡൻ, ഫോയിൻ്റെ ചെത്തി വെക്കിയ ടോപ്പിയറി, ആ മണ്ഡപം, ഇതെല്ലാം എന്ത് നല്ല ഓർമ്മകളാണ്. എനിക്കിപ്പോഴും അതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നാണ്. കുട്ടികളോ
നിഷ്കളങ്കരായ കുട്ടികൾ, രാഷ്ട്രീയം കൂട്ടു വെച്ചിട്ടില്ലാത്ത കുട്ടികൾ. കോളേജിലേക്ക് വരാൻ വലിയ ഉത്സാഹമായിരുന്നു ബസ്സിൽ കയറാൻ. കോളേജിൽ വന്നാലും ക്ലാസ്സിൽ പോകാൻ അതുപോലെ സന്തോഷവും ഉത്സാഹമായിരുന്നു. കാരണം കുട്ടികൾ തന്നെ ക്ലാസ്സിൽ വളരെ അച്ചടക്കത്തോടു കൂടി ഇരുന്ന് ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നോട്ട്സൊക്കെ കുറിച്ചെടുക്കുന്ന കുട്ടികൾ. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഒരു മനുഷ്യരും സംസാരിക്കുകയോ ഒരു ബഹളം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ 36 വർഷം പഠിപ്പിച്ചു. എല്ലാ വർഷവും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ. ഞാൻ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ വർഷം വരെ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ തന്നെയാണ്. ഒരു ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാലോ കുട്ടികളെല്ലാം ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഉണ്ടായിരുന്നിരിക്കുന്നതിന് ഒരു ആഖ്യാന ചായ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്ന കുട്ടികളാണ്. കുറെ ബാച്ചുകൾ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞോളൂ, എണ്ണമില്ല, കുറേ ഉണ്ട്. എല്ലാം ഞാൻ PhD പോയതും പോസ്റ്റ് ഡോക്ടറിന് പോയതുമായിട്ട് സമയങ്ങൾ ഒഴിച്ചു ബാക്കി മുഴുവൻ ഞാൻ അവിടെ മാത്രമാണ് തക്കിയത്. അപ്പോ എല്ലാ ബാച്ചുകളും നല്ലതാണെങ്കിൽ ഈ പർട്ടിക്കുലർ ബാച്ച് ഒരു വലിയ ഇൻഡസ്ട്രിയസ് ബാച്ചാണ്. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ബാച്ച്. എന്തുകൊണ്ട്? നിങ്ങളോടൊപ്പമാണ് ഞാൻ ടൂർ വന്നു. ഒരു വർഷം, ഒരു മാസം ഒരു ഓൾ ഇന്ത്യ ടൂർ, 10ഓളം ടൂർ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ വർഷവും ഞാൻ ഒരു ടൂർ. പക്ഷേ ഈ ടൂർ പോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വേറെ ഒരു ടൂർ. നിങ്ങളുടെ സ്നേഹവും സഹകരണങ്ങളും മാത്രമല്ല ഈ ടൂറിൽ വെച്ചൊരു പ്രത്യേകത ഉണ്ടായത്. ഏതാണ്ട് പകുതിയായപ്പോൾ എനിക്ക് പനി പിടിച്ചു. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, പിന്നെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ക്രോസിൻ, പാരസെറ്റമോൾ ഇതിൻ്റെയൊക്കെ ശക്തിയിലാണ് ബാക്കി ദിവസങ്ങൾ ഞാൻ കഴിച്ചുകൂടി. അവസാനത്തെ ഇവന്റ് മൈസൂറിൽ വൃന്ദാവൻ ഗാർഡൻസ്. ദീർഘമായ ഒരു ബസ് യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. അപ്പോഴേക്കും പനിയും വിറയലും കൊണ്ട് എനിക്ക് ഇറങ്ങാനൊക്കുന്നില്ല ബസ്സിൽ. എല്ലാവരും ഇറങ്ങി എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ മറ്റ് അധ്യാപകരുടെ കൂട്ടത്തിൽ പോവുക. അങ്ങനെ അവർ 3 പേരും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഗാർഡൻ കാണാം. എനിക്ക് ആ ഗാർഡൻ ചുറ്റി നടന്ന് കാണാൻ പോകുന്നുള്ള കോൺഫിഡൻസ് തോന്നിയില്ല. അവർ അങ്ങനെ ഞാൻ അതിനകത്ത് കണ്ണടച്ചിരുന്നു, പനിച്ചു നിറച്ചു. അപ്പോൾ ഒരു ശബ്ദം, എന്താ ടീച്ചറെ സുഖമില്ലേ? രമനേശനാണ്. അപ്പോ രമനേശന്റെ മുഖത്തെ ആ ഉത്കണ്ഠയും ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിലുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ എന്ന് മാത്രം. ഇതാ വരുന്നു പറഞ്ഞു. ഓടിപ്പോയി ആ രാത്രി എവിടെ നിന്നുണ്ടോ ഒരു മൺകോപ്പ നിറച്ച് ചൂട് ചായയും കൊണ്ട് തിരിച്ച് എൻ്റെ കൈ കൊണ്ട് പനിച്ച് തൊണ്ട വരണ്ടിരിക്കുന്ന എനിക്ക് ആ ചൂട് ചായ തന്നത് കിട്ടിയത് എത്ര ആശ്വാസകരമായിരുന്നു പറഞ്ഞറിയിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചുള്ള യാത്ര. വീണ്ടും ദീർഘമായ ബസ് യാത്ര. കോയമ്പത്തൂർ എത്തിയപ്പോൾ രാത്രി 12:30 കഴിഞ്ഞു. മോനെ, അന്ന് ആ ഗെറ്റൗട്ടൊക്കെ അടിച്ചുകൊണ്ടാണ് എൻ്റെ പപ്പ എനിക്ക് വലിയ സ്ഥാനത്തേക്ക് നിർത്തിയിരിക്കുന്നത്. അതും ഒരു ഇങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് ഓർമ്മകൾ. വേറെ ഒരു കാര്യം പറയാം, ഇൻഡസ്ട്രിയസ് ബാച്ച്. ഇതിലേക്ക് എത്ര പേരാണെന്ന് അറിയാമോ? യൂണിവേഴ്സിറ്റി സ്റ്റാഫായി കോളേജിൽ തന്നെ, നമ്മുടെ കോളേജിൽ തന്നെ എത്രയോ അധികം പെൺകുട്ടികളാണ് എല്ലാവരും. പക്ഷെ അതിൽ ഒരാൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ പൊടിയക്കായി വന്നു. എൻ്റെ പൊടിയക്കായി വന്നത് മാത്രമല്ല, അയാളുടെ ഹസ്ബൻഡ് കിഷോറാണെങ്കിൽ സീനിയർ ബാച്ചിൽ എൻ്റെ MS സ്റ്റുഡന്റ്. അപ്പോൾ ഞങ്ങൾ ഒരു PhD-കാരുടെ സ്റ്റുഡൻറ്റുമായിട്ടുള്ള ആ ബന്ധം അറിയാൻ വളരെ ബന്ധം വീടുകളിൽ കുടുംബം പോലെ അങ്ങനെ കുടുംബമായി ബന്ധപ്പെട്ടവരാണ്. അത് ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ കണ്ടിട്ടു. എൻ്റെ 3ാമത്തെ MS സ്റ്റുഡന്റ് ഉണ്ടായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഈ 3 പേര് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. എൻ്റെ വീട്ടിലെ ഒരു സ്ഥാനം, എൻ്റെ മനസ്സിലെ ഒരു സ്ഥാനം. ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഈ ക്ലാസ് സമയത്ത്, ക്ലാസ് പീരീഡിൽ, ക്ലാസ് ആ സമയത്ത്, അതിനുശേഷം വെച്ച് കാണുമ്പോഴും ഒക്കെ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹ സഹകരണങ്ങളുണ്ട്, സ്നേഹ ആദരങ്ങളുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ